അതെ ഗെയ്സ്, ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. ആതിരപ്പള്ളി വാഴച്ചാൽ കാണാനാണ്. അപ്പോൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്ലാനൊന്നും അല്ല ഇത് കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനാണ്. അപ്പോൾ ഞാൻ അങ്കമാലി വരെ വന്നതാണ് ഫ്രണ്ടിനെ കാണാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ആതിരപ്പള്ളി പോകാമെന്ന്. അങ്ങനെയാണ് നേരെ ഞങ്ങൾ ആതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ പ്ലാന്റേഷൻ വഴിയാണ് പോകുന്നത്. ഇവിടേക്ക് ഒരുപാട് കാട്ടാനകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പോകുന്ന വഴിക്ക് ഇവിടെ എല്ലാം ആനപ്പിണ്ടങ്ങളൊക്കെ കിടപ്പുണ്ട്. കാണുമായിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് കാട്ടാനകളും മാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ പശുക്കളെയാണ്. പശുക്കളെല്ലാം ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. ഇവന്മാർക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ലാന്നാണ് നിൽക്കുന്നത് കേട്ടോ. മാറാൻ പറഞ്ഞിട്ടൊന്നും ഹോൺ അടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല, നിങ്ങൾ മാറിപ്പോകുന്ന പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ്. ഒരുപാട് പൈനാപ്പിൾ, നാടൻ പൈനാപ്പിളുകളൊക്കെ കൃഷി ചെയ്ത് ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പോകുന്ന വഴിക്ക് എണ്ണപ്പനകൾ, നമ്മൾ പനപ്പാടം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഫുൾ എണ്ണപ്പനകളാണുള്ളത്. അങ്ങനെ കുറേ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടിട്ട് കേട്ടോ. ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയോ ഉണ്ട്, അതൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല തലവേദനയും വൊമിറ്റിങ്ങും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്ക് കാർ ബാക്കിൽ ഇരുന്ന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ വളവും തിരിവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആകെ പണിയായി. എന്തായാലും വൊമിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ആതിരപ്പള്ളിയിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, സെക്കൻഡ് ടൈമാണ്. എങ്കിലും നമുക്ക് എവിടെ വന്നാലും നമുക്ക് ആദ്യം വരുന്നതായാലും രണ്ടാമത് വരുന്നതായാലും ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന സ്ഥലങ്ങളാണല്ലേ. അമ്മയും കുഞ്ഞും, ഈ അമ്മയും കുഞ്ഞിൻ്റെയും സ്നേഹം കണ്ടോ. നമ്മളെ പേരൻസൊക്കെ നമ്മളെ വളർത്തുന്ന പോലെ തന്നെ ആ മൃഗങ്ങളും മക്കളെ വളർത്തുന്നത്. പക്ഷേ ചില മാതാപിതാക്കൾ കാണിക്കുന്ന കാണിത്തരം കാണുമ്പോഴേ എന്താ പറയുക, ഇവരൊക്കെ എന്ത് ഇതാന്ന് വിചാരിക്കും. അങ്ങനെ നേരെ നമ്മൾ ആതിരപ്പള്ളി എൻട്രൻസിലേക്ക് കയറുവാണ്. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇപ്പോൾ ഇന്ന് അവധി ദിവസം അല്ല എന്ന് തോന്നുന്നു. അവധി ദിവസം അല്ലല്ലോ. അപ്പോൾ അവധി ദിവസം അല്ലാഞ്ഞിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് അന്യ സ്ഥലക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ രണ്ട് ഭാര്യയും ഭർത്താവും ആണോ ലവേഴ്സ് ആണോ ഒന്നും അറിയത്തില്ല. ഇവർ ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര പഞ്ചാര അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരവരുടേതായ സന്തോഷത്തിൽ മുഴുകട്ടെ, നമുക്ക് നമ്മുടേതായ സന്തോഷത്തിൽ മുഴുകാം. ഞാൻ ഒരിക്കൽ ഇവിടെ വന്നത്, ഫസ്റ്റ് ടൈം വരുന്നത് കോളേജിൽ നിന്നാണ് കേട്ടോ. കോളേജിൽ നിന്ന് +2 പഠിക്കുമ്പോൾ ട്രിപ്പ് വരുമ്പോഴാണ് ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നത്. അന്നത്തെ ഓർമ്മകളൊക്കെ ഒരുപാട് എന്താ പറയുന്നത്, ഇവിടെ രണ്ടാമത് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളതാണ്. ആരുടെയെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കാണുമായിരിക്കില്ലേ ആതിരപ്പള്ളി വാഴച്ചാലിൽ നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാലിലെത്തി. ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. മഞ്ഞ കയറൊക്കെ കെട്ടി അവർ ഗാർഡൊക്കെ നിർത്തി ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുകയും പിന്നെ അതിനകത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവിടെ അകത്തൊക്കെ കയറി ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നിന്നു. പക്ഷേ ഗാർഡ് പറയുന്നുണ്ട് അങ്ങോട്ട് പോകണ്ട, നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഗാർഡ് പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും നമുക്കൊരു പേടിയുണ്ടല്ലോ, പെട്ടെന്ന് എപ്പോഴാണ് വെള്ളം കയറി വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ പോയ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5:30 ആയി അവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും. അങ്ങനെ ഞാൻ ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ കുഞ്ഞു മക്കളുമായിട്ട് വരുന്ന ഒരാളും കുഞ്ഞു മക്കളെ ഈ വെള്ളത്തിലൊന്നും ഇറക്കാതിരിക്കാൻ നോക്കുക പരമാവധി. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകുന്ന വെള്ളങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കയറി നേരെ പോകുന്നത് വാട്ടർഫാൾസ് കാണാനാണ്. വാട്ടർഫാൾസ് കാണാൻ നേരെ താഴേക്ക് പോകണം കേട്ടോ. ഒരുപാട് ഇവിടുന്ന് ഇറങ്ങി പോകണം. ഇവിടെ എല്ലാം കാടാണ്. കാടിനകത്ത് ആനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. നമ്മളിതുവരെ ഒന്നും കണ്ടില്ല. ഇനി കാണുമായിരിക്കും, പോകെ നമ്മൾ കാണുമായിരിക്കും. പക്ഷേ നമ്മളിവിടെ ഒരു മാനെ കണ്ടേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഈ വീഡിയോയിലെത്രത്തോളം. ഞങ്ങളെ കണ്ട പാടും അത് ഓടിപ്പോയി കേട്ടോ. ഞങ്ങളെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. അത് കഴിഞ്ഞതേ നമ്മൾ ഈ ഇറക്കമൊക്കെ ഉണ്ടല്ലോ, നല്ല പാറ സ്ലിപ്പായി കിടക്കുന്ന ഏരിയയാണ്. ഒന്നാമത് മഴയൊക്കെ അല്ലേ, മഴയൊക്കെ പെയ്ത് നല്ല ആൾക്കാരിങ്ങനെ നടന്ന് ഇത് നല്ല മാർബിൾ ടൈല് പോലെയൊക്കെ ആയിട്ടുണ്ട്. നല്ല
സ്ലിപ്പാണ്. അങ്ങനെ നേരെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ മാനെയും പിന്നെ മയിലിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്നറിയോ, ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഒരു ആരാധിക എന്നല്ല, ഞാൻ പോകുന്ന വഴിക്ക് ഒരു കുട്ടി എന്നോട് ചോദിച്ചു, നമ്മുടെ രാജ്യക്കാരി സ്ഥലക്കാരിയല്ല കേട്ടോ, വേറെ സ്ഥലക്കാരിയാണ്. അപ്പോൾ അതെന്നോട് ചോദിച്ചു, വേറെ ഭാഷക്കാരിയാണ്. അതെന്നോട് ചോദിച്ചു വീഡിയോ ഒക്കെ പിടിക്കുന്ന ആളാണോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വീഡിയോ ഒക്കെ പിടിക്കുമെന്ന് പറഞ്ഞു. അത് തുടങ്ങിയതേ ഉള്ളൂ, എങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ഗെയ്സ്. എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി ഗെയ്സ്, എനിക്കിന്നൊരു സബ്സ്ക്രൈബറെ കിട്ടിയ ഗെയ്സ്. അങ്ങനെ എന്തായാലും ഓടി നടന്ന് നമ്മൾ ആ താഴേക്ക് പോവുകയാണ്. അങ്ങനെ താഴേക്ക് പോകുന്ന വഴിക്ക് നല്ല സ്ലിപ്പാവുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ എന്തായാലും നമ്മൾ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ മുകളിൽ നിന്ന് പിടിക്കുന്ന വ്യൂസാണ് ഇത് കേട്ടോ. നല്ല വ്യൂ ആണല്ലേ, എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ തന്നെ. നമ്മുടെ ദൈവം ഓരോന്ന് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കിങ്ങനെ കാണാനും ആസ്വദിക്കാനും വേണ്ടിയല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ ദൈവം നമ്മളോട് പറയും, ഇതൊന്നും കാണാതെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കില്ലേ. എന്തായാലും കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. പരമാവധി എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ആസ്വദിച്ചിരിക്കേണ്ടത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. അങ്ങനെ നേരെ നമ്മൾ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കല്ലിൽ ചവിട്ടി പോകുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് കാലൊക്കെ വീണിട്ട് നാഗനാശമാവും. അങ്ങനെ നമ്മളിവിടെ ഇന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത് ഇതിനടുത്താണ്, നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെയും റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ട് ആൾ പോകുമ്പം ആ വെള്ളത്തിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ പണിയായി പോവും. ഇവിടെ നേരത്തെ കുളിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്നപ്പം കുളിക്കാനും ഒന്നും പറ്റില്ല. അങ്ങനെ കുറേ നേരം നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കേട്ടോ. നല്ല വ്യൂസാണ് ഇവിടെ കാണാനൊക്കെ. എന്ത് ഭംഗിയാണല്ലേ, ഇതൊക്കെ കാണാതെ തന്നെ പോകുന്നതൊക്കെ നഷ്ടമായിരിക്കും. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് വരുവാണ്. മുകളിലേക്ക് കയറുന്ന ഇനി ഒരു പണിയാണ് കേട്ടോ. ഒരുപാട് കയറി പോകാനുണ്ട്. ഒന്നാമത്തെ കാര്യം എൻ്റെ കാലിലാണെങ്കിൽ ഭയങ്കര പൊക്കമുള്ള ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. അത് കാരണം എനിക്ക് പേടിയുണ്ട് കേട്ടോ. ഞാൻ ചെരുപ്പൂരി കൈ പിടിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. അണിയാണ് എനിക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒരുപാട് എടുത്തു തന്നത് കേട്ടോ. ഇവളും സൗമ്യ എടുത്തു തന്നു ഒരുപാട്. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ വൈൽഡ് ഹണിയും അഗർബത്തീസും അങ്ങനെ കുറേ യൂക്കാലിസും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഷോപ്പ്. റെസ്റ്റോറൻ്റ് അല്ല, ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വൈൽഡ് ടീ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ പോയ വഴിക്ക് തിരിച്ച് കയറിയതാണ്. പക്ഷേ ഇവളുടെ വൈൽഡ് ടീ ഒന്നും ഇല്ല. പിന്നെ അല്ലാത്ത ടീ, സാധാരണ നോർമൽ ടീ ഒക്കെയാണുള്ളത്. അത് അങ്ങനെ ഞങ്ങൾ ടീ ഒന്നും കുടിച്ചില്ല. ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് പോകുന്ന വഴിക്ക് ഈ ഷോപ്പിൻ്റെ പേര് വൈൽഡ് ടീ എന്നാണ്. അവിടെ പോകുന്നവർക്കറിയായിരിക്കും. ഈ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ്. ഇത് സത്വയെക്കുറിച്ച് ഞാൻ പറയാം, എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ഡീറ്റെയിൽ. ഇത് വെജ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടുത്തെ ഈ ദോശ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ദോശയാണ് ഞങ്ങൾ ഈ കഴിക്കുന്നത്. സ്പെഷ്യൽ ദോശയെന്ന് പറഞ്ഞാൽ ചീസും പിന്നെ ബീട്രൂട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു ദോശയാണിത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഇവർ 3 ചട്നിയൊക്കെ ഇതിനകത്ത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കോഫി കുടിക്കുന്നത് കേട്ടോ. കോഫി എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഫിൽറ്റർ കോഫി സൂപ്പർ. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം കുടിക്കുന്നത് കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫിൽറ്റർ കോഫി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് വരുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ സത്വ എന്ന് പറയുന്ന അങ്കമാലി റെസ്റ്റോറൻ്റാണ്, വെജ് റെസ്റ്റോറൻ്റാണ്. ഇതിനകത്ത് 3 ചട്നിയാണ് ഇവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഈ ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ദോശയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ ദോശ. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഹണിയെ വീട്ടിൽ കൊണ്ടാക്കാനാണ്. അപ്പോൾ ഹണിയെ വീട്ടിൽ കൊണ്ടാക്കി അവരെന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കി. നേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. അപ്പോൾ
ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാം അടുത്ത വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ ബൈ.